கழுகன்ற பிரத்யேகத கழுகுக்கு இருக்கக்கூடிய சிறப்பம்சங்கள் அது கூட்டத்தோட பறக்காറില്ല. அது கூட்டமா சேர்ந்து பறப்பதில்ல. அது ഒറ്റയ്ക്കാണ് പറക്കുന്നത്. അത് തനിത്ത് പറക്കും. കൂട്ടത്തോടെ പറക്കുന്നതും കൂട്ടത്തോടെ വന്നിരിക്കുന്നതും കാക്കകളാണ്. കൂട്ടമാ പറക്കുന്നതും കൂട്ടമാ വന്ന് ഉட்கார்றதுം അത് കാക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷികൾ ഒത്തിരി കൂട്ടത്തോടെ പറക്കുന്നുണ്ട്. പറവകൾ അധികമായി കൂട്ടമായി പറപ്പതുണ്ട്. നീ ഒറ്റയ്ക്കാണോ? നിങ്ങൾ തനിത്തിരിക്കீங்களா? നിന്റെ കൂടെ പറക്കാൻ ആരുമില്ലേ? ഉங்க கூட சேர்ந்து பறக்க யாருமே இல்லையா? നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ആരുമില്ലേ? கூட உட்கார்ந்து பேசுறதுக்கு யாருமே இல்லையா? നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ? ഉദവി பண்ண யாரும் இல்லையா? നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ? നേസിക്ക யாரும் இல்லையா? നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലേ? ആദരവുപെടുത്ത யாரும் இல்லையா? നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലേ? കണ്ണീരെ തുടയ്ക്ക யாருமே இல்லையா? ആരുമില്ലേ? ആരുമില്ല. കുറ്റപ്പെടുത്താൻ മാത്രം ആളുണ്ട്. കുറ്റം കുறை சொல்ல மட்டும் நபர்கள் உண்டு. പുറകെ നടന്ന് കുറ്റപ്പെടുത്താൻ മാത്രം ആൾക്കാരുണ്ട്. പിന്നാടിയേ നടന്ന് കുறை சொல்ல மட்டும் ആൾക്കാർ ഉണ്ട്. പിന്നെ നടന്ന് വേദനിപ്പിക്കാൻ മാത്രം ആൾക്കാരുണ്ട്. തുടർന്ന് നടന്ന് ഉങ്ങളെ വേദനപ്പെടുത്താൻ மட்டும் ആൾക്കാർ ഉണ്ട്. നിന്നെ ഒരു വേസ്റ്റ് ആയിട്ടാണോ കാണുന്നത്? നിങ്ങൾ ഒരു വേസ്റ്റാ പാക്കறாங்களா? നിന്നെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയോ? കുടുംബത്തെ വിട്ട് തനിമപ്പെടുത്തിட்டாங்களா? സമൂഹത്തിൽ നീ ഒറ്റപ്പെടുത്തിയോ? സമുദായത്തിൽ തനിമപ്പെടുത്തപ്പെട്ടായോ? കൂടെ ഇരിക്കാനും നടക്കാനും ആരുമില്ലയോ? ഉടനെ കൂടെ നടക്കാനും ഉட்காரவும் யாரும் இல்லையா? വിഷമിക്കാതെ, കവലപ്പെടാതെ, നീ കഴുകനാണ്. നീ ഒരു കഴുക്. You are the eagle. നീ ഒരു കഴുക്. Hallelujah. ചൂടാരാമ ഷൈഡകരാജ ഉറിവാന ശതേരി. Hallelujah. Hallelujah. സ്തോത്രം. Hallelujah. കഴുകന്റെ കൂടെ പറക്കാൻ കാക്കയ്ക്ക് പറ്റത്തില്ല. കഴുകോട് ചേർന്ന് നടക്കാൻ കാകത്താൽ മുടിയാതെ. കഴുകന്റെ കൂടെ വന്നിരിക്കാൻ കാക്കയ്ക്ക് പറ്റത്തില്ല. കഴുകോട് ചേർന്ന് വന്ന് ഉட்கார இருக்க കാകത്തിക്ക്. ആരെങ്കിലും നിന്നോട് സംസാരിക്കാതെയോ നിന്റെ കൂടെ നടക്കാതെയോ നിന്റെ കൂടെ ഇരിക്കാതെയോ നിന്നെ ഒറ്റപ്പെടുത്തിയെങ്കിൽ അവനെ നോക്കി നീ വിലപിക്കരുത്. അവൻ കാക്ക ആയതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നിരിക്കാത്തതും നിന്റെ കൂടെ നടക്കാത്തതും നിന്നോട് സംസാരിക്കാത്തതും. ആമേൻ. உங்களோடு கூட வந்து நடந்து இருந்து பேசாம இருக்கறாங்கன்னா நீங்க கவலைப்படாதீங்க. அவன் காக்காவா இருக்கிறதுனால தான் உங்க கூட நடக்கல, உங்களை பார்க்கல, பேசல, உங்க கூட உட்காரல. അല്ലാതെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ കാലയില് சொன்னതുപോലെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിലും ഒക്കെ പോയിരുന്ന് ഫീലിംഗ് അലോൺ എന്നിടുന്നത് കാക്കയാണ്. ஆமென். இல்லாம ஆமே காலையில சொன்னது போல வாட்ஸ்அப் ஸ்டேட்டஸ்லயும் இன்ஸ்டாகிராம் ஸ்டேட்டஸ்லயும் போயிருந்து நான் ஃபீலிங் அலோன் போடுறதெல்லாம் அதெல்லாம் காக்காவா இருக்கு. പൊന്നു മോനെ മകളെ, തങ്ക മകളെ മകനെ, നീ ഒരു കഴുകനായതുകൊണ്ട് നീ ഒറ്റയ്ക്കായത്. നിന്നെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് ദൈവത്തിന് മറ്റാരും ചെയ്യാത്ത ചിലത് നിന്നിലൂടെ ദൈവത്തിന് ചെയ്യാനുണ്ട്. നീ കഴുക ഇരുപ്പതിനാലதான் தனித்திருக்கிறாய். யாரும் செய்ய முடியாததை நீ செய்யத்தக்கதாய் நீ ஒரு கழுகாய் இருப்பதினாலே காகம் செய்யாததை ஒரு கழுகாய் உன்னை கொண்டு கர்த்தர் செய்ய விரும்புகிறார். கரங்களை அடிச்சு தேவனை துதிச்சு, கரங்களை தட்டி கர்த்தரை துதிப்போம். ஹalleluya ஹalleluya. கோயம்புத்தூரில் தெய்வம் നിന്നെ ഒറ്റയ്ക്കാക്കിയത്, கோயம்புத்தூரில் தேவன் உன்னை தனிமையாய் வைத்திருப்பது, ஆரும் செய்யாத சில மினிஸ்ட்ரி செய்வார், யாரும் செய்யாத சில ஊழியத்தை செய்ய தெய்வம் നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. தேவன் உன்னை அபிஷேகம் செய்கிறார். നിന്നെ പോലെ உன்னை പോലെ ഉയരത്തിൽ കയറുവാൻ, ഉയരത്തിൽ പറക്ക ആർക്ക് കഴിയത്തില്ല, ആരാലും முடியாது. You are the eagle. നീ ഒരു കഴുക്. You are the eagle. നീ ഒരു കഴുക്. ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ എഴുതിയിട്ടോ. யாராவது உன்னை தனிமைப்படுத்திட்டாங்கன்னா நீ எழுதி வைத்துக்கொள். ஒரு டோர் ஓபன் ஆக போகுது. ஒரு கதவு திறக்கப்பட போகுது. ஒரு டோர் ஓபன் ஆக போகுது. ஒரு கதவு திறக்க போகுது. Don't feel sad. நீங்க ஒரு நாளும் துக்க அனுபவத்துல துக்கமுகமா இருக்காதீங்க. Praise God. Amen. എന്റെ പൊന്നു കുഞ്ഞേ, തങ്ക പിള്ളകളെ, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ ഒരു നാളും തനിത്ത് இல்லை. നിനക്കൊരു കർത്താവ് കൂടെ ഉണ്ട്. ഉനക്കൊരു കർത്തർ കൂടവേ ഇരിക്കறார். King of King, Lord of Lord, രാജാതി രാജാവ്, ദേവാതി ദേവൻ, കർത്താതി കർത്താവ്, Lion of Judah, Jesus Christ. ഓ രാജാതി രാജാ, കർത്താതി കർത്തർ, ദേവാതി ദേവൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യൂദ രാജസിംഹം അവർ ഉங்களோடு கூட இருக்கிறார். Praise God.
എന്റെ ഭർത്താവ് എന്നെ ഒറ്റപ്പെടുത്തി, என் கணவன் என்னை தனிமைப்படுத்திட்டார், എന്റെ ഭാര്യ എന്നെ ഒറ്റപ്പെടുത്തി, என் மனைவி என்னை தனியா விட்டுட்டார், എന്റെ മക്കൾ എന്നെ ഒറ്റപ്പെടുത്തി, என் பிள்ளைங்க என்னை தனியா விட்டுட்டாங்க, എന്റെ അപ്പനും അമ്മ എന്നെ ഒറ്റപ്പെടുത്തി, தகப்பனும் தாயும் என்னை தனிமைப்படுத்திட்டாங்க, എന്റെ അയൽപക്കക്കാരൻ എന്നെ ഒറ്റപ്പെടുത്തി, என் அக்கம் பக்கத்தினர் என்னை விட்டுட்டாங்க, എന്റെ പാസ്റ്റർ പോലെ എന്നെ ഒറ്റപ്പെടുത്തി, என் பாஸ்டர் கூட என்னை விட்டுட்டாங்க, എന്റെ സഭ പോലെ ഒറ്റപ്പെടുത്തി, சபை கூட என்னை தனிமைப்படுத்திருச்சு, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, யாரும் என்னை அங்கீகரிக்கவில்லை, ചർച്ചിൽ വന്നാ പോലും சபையில வந்தா கூட ആരും എന്നോട് സംസാരിക്കുന്നില്ല, யாரும் என்கிட்ட பேசல, ഓഫീസിൽ പോയാൽ ആരും സംസാരിക്കുന്നില്ല, ஆபீஸ்க்கு போனாலும் யாரும் பேசல, നിനക്കൊരു പ്രൊമോഷൻ ഓൺ ദ വേ ആണ്, உன்னுடைய ப்ரமோஷன் on the way, ഒരു ബ്ലെസ്സിംഗ് ഓൺ ദ വേ ആണ്, blessing வந்து கொண்டிருக்கிறது, പോലും അറിയാതെ, உனக்கே தெரியாம, നീ പോലും അറിയാതെ, உனக்கே தெரியாம നീ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ, எங்கேயாவது தனிமைப்படுத்தப்பட்டது உண்டா, അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ, நீ ஆசீர்வதிக்கப்படுவது போல, നീ ഉയരുന്നത് പോലെ, நீ உயர்வது போல ഒരുത്തനും ഉയരത്തില്ല. ஒருவன் உயர மாட்டான். സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരു റിജക്ഷൻ ഫീൽ ചെയ്യുന്നു, ஆமென். நீங்க ஆமென் ரிஜெக்ட் பண்ணப்பட்டிருக்கீங்களா, നീ ഒരു റിജക്ഷൻ ഫീൽ ചെയ്യുകയാണോ, ஆமென் நீங்க ரிஜெக்ட் பண்ணப்பட்டிருக்கீங்களா, ഹല്ലേലൂയ. ஹalleluya. Man rejected you, மனுஷன் உங்களை புறக்கணித்துட்டானா, God selected you. கர்த்தர் உன்னை தெரிந்து கொண்டிருக்கிறார். കരങ്ങളെ അടിച്ചു പറ, கரங்களை அடிச்சு சொல்லுங்க, Man rejected you, ஓ மனுஷன் உன்னை ரிஜெக்ட் பண்ணுவான், God selected you. ஆனா தேவன் உன்னை செலக்ட் பண்ணுவார், Something special. ஏதோ ஸ்பெஷல். ஆமென். விசுவாசத்தோட வசனத்தை ஏற்றெடுத்து கை தட்டுங்க. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറ, பக்கத்துல இருக்கிறவங்க கையை பிடிச்சு சொல்லுங்க, ഒരിക്കലും ஒரு നാളും നീ ഒറ്റയ്ക്കല്ല, தனித்து அல்ல, അഭിഷേകം നിന്റെ തലമേലുണ്ട്, அபிஷேகம் உன் தலைமையிலே தான் இருக்கிறது, അഭിഷേകം നിന്റെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം, அபிஷேகம் உன் மேலே இருக்கிற கால வரையிலும் ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല, ஒரு நாளும் தனிமையாய் அல்ல, ഒരു രാജ്യം നിന്റെ കൂടെ നിൽപ്പാനുണ്ട്, ஒரு ராஜ்யமே உன்னோடு கூட நின்று கொண்டிருக்கிறது, ആ രാജ്യത്തിന്റെ പേര് அந்த ராஜ்யத்தின் பேர் Kingdom of God. அது தேவனுடைய ராஜ்யம். ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അത് അഭിഷേകമുള്ള കഴുകൻ ക്ലബ്ബുകളാണ്. ஆமென். தேவனில் மட்டுமே நம்பிக்கை கொண்டிருக்கிற ஒரே ஒரு கூட்டம் அதுதான் கழுகின் கூட்டம். ഹല്ലേലൂയ. ஹல்லேலூயா. ഏത് ചരിത്രം നിങ്ങൾ നോക്കിയാൽ, எந்த சரித்திரத்தை நீங்கள் எடுத்து பார்த்தாலும் ഒറ്റയ്ക്ക് നിന്നവരാണ് தனித்து நின்றவர்கள் தான் ഏറ്റവും ഉയരത്തിൽ കയറിയിട്ടുള്ളത്. மிகவும் உயரத்தில் ஏறி இருக்கிறார்கள். നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ നിമിഷത്തിലൂടെയാണോ ഈ രാത്രി കടന്നു പോകുന്നത്? உன் வாழ்க்கையிலே தனிமையாக்கப்பட்ட அனுபவத்தில் தான் இந்த இரவில் நீ போய் கொண்டிருக்கிறாயோ? നീ ഒരു കഴുകനാണ്. நீ ஒரு கழுகு. നമ്പർ 1 முதல் குறிப்பு மோசே. 40 വയസ്സ് പ്രായമുള്ളപ്പോൾ 40 വയதான போது അവൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. அவன் வனாந்திரத்தில் தனிமையாக்கப்பட்டான். നീണ്ട 40 വർഷം நீண்ட காலமாகிய 40 வருஷம் വനാന്തരത്തിൽ ഒറ്റപ്പെട്ടു. வனாந்திரத்தில் தனிமையாக்கப்பட்டான். 40 വർഷം കഴിഞ്ഞപ്പോൾ 40 வருஷம் முடிந்த போது ഏറ്റവും കൂടുതൽ കാരണമാണ് ஆமென் 40 വർഷത്തെ ഒറ്റപ്പെടൽ. 40 வருஷம் தனிமையாக்கப்பட்ட அனுபவங்கள். ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോ அந்த எக்ஸ்பைரி டேட் முடிந்த போது 30 ലക്ഷം ജനത്തിന്റെ ലീഡറായി പുറത്തു വന്നു. 30 லட்சம் ஜனத்தின் தலைவனாய் வெளியே வந்தான். കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. கரங்களை தட்டி தேவனை ஸ்தோத்திரிப்போம். ഒറ്റപ്പെട്ട അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? தனிமைப்படுத்தப்பட்ட அனுபவத்தில் யாராவது இருக்கீங்களா? You are the great leader. நீ ஒரு பெரிய தலைவன் தலைவி. അപ്പൊ പക്ഷികളുടെ ലീഡർ ആരെന്ന് ചോദിച്ചാൽ அப்போ பறவைகளின் தலைவர் யார் என்று கேட்டால் കഴുകൻ. கழுகு. இரண்டாவதாக தெபோரா മരുഭൂമിയിൽ പനയുടെ കീഴിൽ ഒറ്റപ്പെട്ടവൾ. ஆமென். വനാന്തരത്തിലെ പനമരത്തിന് കീഴെ ആമേൻ തനിമപ്പെടുത്തപ്പെട്ടവൾ. ഒരു ദേശത്തിന്റെ വിടുതലിനു പ്രവാചകയായി ദൈവം അവളെ എഴുന്നേൽപ്പിച്ചു. ഒരു ദേശത്തിന്റെ വിടുതലയ്ക്ക് തീർക്കദർശിനിയായി ദേവൻ അവളെ എടുത്ത് பயன்படுத்தி. രാവിലെ ഞാൻ ദാവീദിനെ കുറിച്ച് പറഞ്ഞു. കാലയിലെ ഞാൻ ദാവീദെ കുറിച്ച് சொன்னேன். ഈശായും തന്റെ അമ്മയും തന്റെ സഹോദരങ്ങളും അവനെ വനാന്തരത്തിൽ ഒറ്റപ്പെടുത്തി. ஈசாயும் அவருடைய மனைவியும் பிள்ளைகளும் ஆமென் சகோதரர்களும் இந்த தாவீதை காட்டிலே தனிமைப்படுத்தினார்கள். അവൻ ഇസ്രായേലിന്റെ രാജാവായി പുറത്തു വന്നു. அவன் இஸ்ரவேலின் ராஜாவாய் வெளியே வந்தான். ഹല്ലേലൂയ. ஹல்லேலூயா. പത്മോസിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടു പോയി. பத்மு தீவிலே யோவான் தனிமையாக்கப்பட்டான். ആരും എഴുതാത്ത വെളിപ്പാട് പുസ്തകം എഴുതി. யாருமே எழுதாத பார்க்காத வெளிப்படுத்தின விசேஷ புத்தகத்தை எழுதினார். 5 യേശു ഗെത്സമനയിൽ ഒറ്റപ്പെട്ടു പോയി. 5ாவதாக இயேசு கெத்சமனே தோட்டத்திலே தனிமையாக்கப்பட்டார். കല്ലറയിൽ അടക്കപ്പെട്ടു. கல்லறையில் அடக்கம் பண்ணப்பட்டார். 3ാം നാളിലെ ഉയർത്തെഴുന്നേറ്റു. உயிரோடு எழும்பினார். ഇവർ ദൈവത്തിന്റെ കഴുകന്മാരായിരുന്നു. இவர்கள் எல்லோரும் தேவனுடைய கழுகுகளாயிருந்தார்கள். കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. கரங்களை தட்டி தேவனை துதிப்போம். ജോസഫ് ഒറ്റപ്പെട്ടവനായിരുന്നു.
യോസേപ്പ് തനിമയാക്കപ്പെട്ടവനായിരുന്നു. അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി, അവൻ എഗിപ്തിലെ പ്രധാനമന്ത്രിയായി മാറിனான். ഇന്ന് രാത്രി இந்த இரவிலே ഈ കൂട്ടത്തിനകത്ത് இந்த கூட்டத்துக்குள்ள ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? தனிமையாக்கப்பட்ட யாராவது உண்டா? You are something special. நீ சற்று விசேஷமானவர். You are the leader. நீ தலைவர். You are the king. நீ ராஜா. You are the prime minister. நீ பிரைம் மினிஸ்டர். You are the ruler. நீதான் ஆளுகை You செய்கிறவர். are the authority. நீ அதிகாரம். You are the anointing. நீதான் அபிஷேகம். Hallelujah. Hallelujah. ஹalleluya. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ புரிந்து கொண்டவங்க தேவனை ஸ்தோத்திரிப்போம்.